വെൽക്കം ടു കാൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്ററ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ജൂൺ 2024 നടന്ന കാറ്ററ്റ് 3 മാത്തമാറ്റിക്സ് പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 1419 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 10K റുപ്പീസാണ്. ക്വസ്റ്റ്യൻ നോക്കുക. സർഫസ് ഏരിയ ഓഫ് എ സോളിഡ് സ്പിയർ ഈസ് 4 cm square. If it is cut into 2 hemispheres, what would be the surface area of each hemisphere എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ 2 cm², ഓപ്ഷൻ ബി 3 cm², ഓപ്ഷൻ സി 2π cm², ഓപ്ഷൻ ഡി 3π cm² എന്നുള്ളതാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർഫസ് ഏരിയ ഓഫ് സോളിഡ് സ്പിയർ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 cm² ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ സർഫസ് ഏരിയ സോളിഡ് സ്പിയർ കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4πr² ആണ്. ഈ 4πr² ഈക്വൽ ടു ആണ് 4 എന്ന് വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ πr² ഈക്വൽ ടു 4/4 ഈക്വൽ ടു 1 cm² എന്ന് പറയുന്ന സംഗതിയാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ എന്താ പറയണമെന്ന് നോക്കൂ. ഇറ്റ് ഈസ് കട്ട് ഇൻടു 2 ഹെമിസ്പിയേഴ്സ്. വാട്ട് വുഡ് ബി ദ സർഫസ് ഏരിയ ഓഫ് ഈച്ച് ഹെമിസ്പിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സർഫസ് ഏരിയ ഓഫ് ഹെമിസ്പിയർ അല്ലേ, അതല്ലേ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്പിയർ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഫോർമുല എന്താണ്? 3πr² ആണ് എന്നുള്ളത് നമുക്കറിയാം. πr² വാല്യൂ 1 cm² ആണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 3 × 1 ആണ് വരിക. സോ ദാറ്റ്സ് ഈക്വൽ ടു 3 cm² എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസറായിട്ട് മാറുന്നത്. ക്ലിയർ? പ്രോബ്ലം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം.